ഇനിയിപ്പോ രാത്രി പോണോ നന്ദു? അയ്യോ പോണം. നമുക്ക് ഇവിടെ കൂടെ വേണോ നന്ദു? അത് പറ്റില്ല. കല്യാണത്തിന് ഇനി 3 ദിവസമല്ലേ ഉള്ളൂ. അവിടെ ആൾക്കാരൊക്കെ എത്തുമല്ലോ. അവിടെ ചെന്നിട്ട് കുറെ അറേഞ്ച്മെന്റ്സ് ചെയ്യാനുള്ളതാണ്. എന്നാ ചെല്ലേ, കൂടുതൽ വൈകിക്കണ്ട. നീ വരുന്നില്ലേ? അയ്യോ, നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വയറ് നിറച്ചു വല്ലതും കഴിച്ചിട്ടേ വരുന്നുള്ളൂ. അല്ലേ കേട്ടാ? ഇങ്ങനൊരു സാധനം. അപ്പൊ ശരി, എല്ലാവരോടും സീതയോട് മാത്രമായിട്ട് യാത്ര വയ്ക്കായിരുന്നത്. ഇവരെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. പോട്ടെ പോട്ടെ. ശരി. നന്ദു ലൈറ്റ് ഓൺ ചെയ്യും. ശരി. സീത, സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിധിയുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹിക്കയില്ലേ നിവൃത്തിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ അത് നമ്മൾ പുറത്ത് ഭാവിച്ചുകൊണ്ടിരുന്നാൽ സീതയുടെ മുന്നിലെങ്കിലും
നമ്മൾ പ്രസന്റ് ആയിട്ട് പെരുമാറണം. എങ്കിലേ അവളെ ഈ ഷോക്കിൽ നിന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ബട്ട് മോളെ, നിർമ്മല എവിടെ? മുറിയിലുണ്ട്. അല്ലെങ്കിലേ നിനക്ക് സുഖമില്ലാത്തത്. പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോ സൂക്ഷിക്കണേ കുഞ്ഞെ. ആദ്യം പിടിച്ച് തൂക്കേടൊന്നും വരുത്തി വെക്കല്ലേ. എന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പാവം സീതയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? വന്നതില്ലാതാക്കാൻ പറ്റുമോ? അതല്ല ചിറ്റുന്നേ, നന്ദു മരിച്ചെന്നറിഞ്ഞ പിന്നെ അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോലുമില്ല. എല്ലാം ഉള്ളിലൊതുക്കി പിടിച്ചിരിക്കുക. എനിക്കതാണ് പേടി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മരിച്ച വീട് പോലെ എല്ലാരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ആരാ ഇവിടെ മരിച്ചത്? ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചൊരു ഭാഗ്യമായെന്ന. താലി കെട്ടിയതിന് ശേഷമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ? അല്ല, അപകടം സംഭവിക്കാൻ ഇപ്പൊ ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കല്യാണം നടത്തി കൊടുത്തേ. ജീവിതത്തിൽ പ്രാക്ടിക്കലാണെന്നായരെ. അച്ഛാ, ആ ഒന്നിങ്ങോട്ട് വരും. അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും ആ സമയത്തിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എടാ, മനസ്സിൽ എത്തിരിക്കും വെച്ച് താമസിക്കും, പെണ്ണിനെ ഇറക്കി വിടണം. അതാ ബുദ്ധി. അച്ഛാ പ്ലീസ്. ആ എനിക്കെന്നാ, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സറിഞ്ഞുകൂടാഞ്ഞിട്ടാ. അവളുടെ മനസ്സാകെ തകർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്നുകൂടി വിട്ടുനിന്നാലോ? ഇപ്പോഴത്തെ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് സീതയ്ക്ക് നല്ലത്. ഷീ നീഡ്സ് എ ചേഞ്ച്. സേതുവിന് അങ്ങനെ പറയാം. സീതയുടെയും കൂടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയും. എന്നെ വിശ്വസിക്കൂ. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ബഹളവും ഒക്കെ കൂടെ ആവുമ്പോൾ അവളുടെ മനസ്സിന് ടെൻഷൻ ഒന്ന് അയഞ്ഞു കിട്ടും. അവൾക്കും അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അവളും പോണമെന്ന് പറയുന്നത്. എന്താ മോളെ? ഞാൻ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോട്ടെ അച്ഛാ. ഈ നിലയില് നീ ഇപ്പൊ പോണോ മോളെ? ഞാൻ പോവുകയല്ലേ അച്ഛൻ നല്ലത്. ആ, നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ പിന്നെ പാവം സീത ഒറ്റയ്ക്കിരുന്ന് കരയായിരിക്കും ഇപ്പോ. എനിക്കിപ്പോ അതല്ല പേടി. നീ എപ്പോഴും ഇതന്നെ ആലോചിച്ചിരുന്ന് വല്ലതും വരുത്തി വെക്കുമെന്ന. അവളെ കുറിച്ച് ആലോചിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? എനിക്കെന്തോ അവളെ കാണാതിരുന്നിട്ട് മനസ്സിനൊരു സമാധാനമില്ല. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ ഉടനെ ഒരു ദിവസം ഹോസ്റ്റലിൽ പോയി സീതയെ കാണാം. പോരെ? സോണിമോളെ, ആന്റിക്ക് ഉമ്മ തന്നെ. സീത, നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഒന്നും കഴിക്കാറില്ലേ? എന്നേക്കാൾ ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. എന്നെപ്പോലാണോ നീ? ഒരു കാര്യം, ഞങ്ങളിവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. നമുക്കൊരു പണി ചെയ്തോട്ടെ. ഇന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകാം. അയ്യോ, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഇത് കേൾക്കുമ്പോ എനിക്കൊരു മാതിരി. ഒരു ഈവനിങ് ഞങ്ങളോട് ചെലവഴിച്ചുകൊണ്ട് പോകുന്ന പഠിത്തമുണ്ടല്ലോ, അതങ്ങ് പൊയ്ക്കോട്ടെ. അല്ലേ സേതോട്ടാ? അതെ, കമോൺ സീത.
ഹരിയാണ് വിളിക്കുന്നത് സീതേ. പോയി നല്ല കുട്ടിയായിട്ട് വന്നു. വാ ചെയ്തേ. വാ ആന്റി. ഒരു അബോർഷൻ ആണോ എന്ന് സംശയമുണ്ട്. ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ് ഡോക്ടർ. നിർമ്മലയ്ക്ക് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആവാതെ ചെയ്തു. എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഡോക്ടർ പ്ലീസ്, എന്താണെങ്കിലും തുറന്നു പറയും. മിസ്റ്റർ സേതു, നിങ്ങളുടെ മിസ്സസിന്റേത് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ഉണ്ടായ അബോർഷനാണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അബോർഷൻ അത്ര സേഫ് അല്ല. കഴിഞ്ഞ ഡെലിവറിയിൽ തന്നെ ചില കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നതായി ഡോക്ടർ റേച്ചൽ പറഞ്ഞു. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഷോക്കോ അതിനെ തുടർന്നുള്ള അഗ്നിയുമാകാം ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. അഡ്വാൻസ് സ്റ്റേജിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ചില അപൂർവം കേസുകളിൽ അത് ഇത്രയും വർഷമാകാറുമുണ്ട്. നിർമ്മലയുടെ ശരീരം തളർന്നുപോയി. ഒരു തരത്തിൽ ഒരു പാരാലിറ്റിക്കൽ സ്ട്രോക്ക്. സംസാരിക്കാനുള്ള ശക്തി വരെ നഷ്ടപ്പെട്ടു. എങ്കിലും കാണാൻ കഴിയും, ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒന്നിനൊരു പ്രതികരണം ഉണ്ടാവില്ലെന്ന് മാത്രം. മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് എ വെജിറ്റബിൾ. ചികിത്സിക്കാൻ നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാൻ ചെയ്തു. പക്ഷേ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് ഇപ്പൊ ഉറപ്പ് പറയാൻ പറ്റില്ല. മിസ്റ്റർ സേതു എഡ്യൂക്കേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശദമായി പറയുന്നത്. ട്രീറ്റ്മെന്റ് നടത്താവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ബട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വർഷങ്ങളോളം ഇതേ കണ്ടീഷനിൽ കഴിഞ്ഞെന്ന് വരാം. പെട്ടെന്ന് മോശമാകാനോ അപൂർവം ചിലപ്പോൾ മെച്ചപ്പെടാനോ ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കാവുന്നല്ലാതെ വ്യക്തമായി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ we do not have a hold over the situation. മെഡിക്കൽ സയൻസിനും ചില പരിധികളുണ്ട്. എപ്പോഴായാലും ഈ യാഥാർത്ഥ്യത്തോട് നിങ്ങളിനി പൊരുത്തപ്പെട്ടേ പറ്റും. എത്രയും നേരത്തെ കഴിയുന്നു അത്രയും നല്ലത്. ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം? ചുരുക്കത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. ആ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത്ര ശരിയല്ലെന്ന്.
എന്റെ മോന്റെ ജീവിതമാണ് തകരുന്നത്. കൊച്ചുമോക്കാണെങ്കിൽ 3 വയസ്സും. എന്തൊരു തലവിധിയാണെന്ന് നോക്കണം. നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കാമോ? മനുഷ്യത്വം എന്നൊന്നില്ലേ? ഉണ്ട്, ഇല്ലെന്ന് ഒരാരും പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാര്യത്തിലാണ് വേണ്ടത്, അല്ലാതെ ജീവിച്ചിരുന്നിട്ടും പ്രയോജനമില്ലാത്ത കാര്യത്തിലല്ല. ആ കൊച്ചു കിടപ്പിലായപ്പോ ഈ കിളവനെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കും ഡോക്ടർ ഇപ്പൊ ആലോചിക്കുന്നത്. രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരു ദണ്ണവുമില്ല. 10 അല്ല 20 കൊല്ലം ചികിത്സിക്കാം. ഇതാണോ സ്ഥിതി? അല്ലല്ലോ. ഇങ്ങനെ 10ഉം 15ഉം കൊല്ലം കിടപ്പിൽ കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ക്ലോസ് ആകുന്ന എത്ര ദിവസമുണ്ട് ഇല്ലേ? കരയാതെ മോളെ, കരയാതെ കരയാതെ മോളെ. കരയാതെ ഇത് വളരെ കരയാതെ മോളെ, കരയാതെ. മോള് കരയല്ലേ? നല്ല കുട്ടിയല്ലേ? ഇങ്ങനെ കരഞ്ഞല്ലോ. കരയാതെ മോളെ, ആന്റിയുടെ മോളല്ലേ? കരയല്ലേ? നാളെ ആന്റി മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം. ഇപ്പൊ മോൾ ഉറങ്ങും. സേതു, ഞാൻ ഡോക്ടർ വർമ്മയായിട്ട് ഡിസ്കസ് ചെയ്തു. നിർമ്മലയെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ ഹോസ്പിറ്റൽ കിടത്തുന്നതുകൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, എത്ര നാളെന്ന് കരുതിയ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടല്ലോ. സീത ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ. എന്റെ മോള് ദുഃഖിക്കാതെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒക്കെ നേരെയാകും. വേണ്ട മോളെ, എനിക്ക് സുഖമില്ലാത്തല്ലേ. വേണ്ട മോളെ. അമ്മയുടെ അടുത്ത് ചാച്ചാൻ പോയപ്പോ മുത്തശ്ശി സമ്മതിച്ചില്ല. സാരമില്ല മോളെ, അമ്മയുടെ വാവ് മാറട്ടെ. മോക്ക് പിന്നെ ദിവസവും അമ്മയുടെ കൂടെ ചാച്ചാലോ. നല്ല കുട്ടിയല്ലേ, കരയാ. മോളെ നീ തരൂ ചെയ്തല്ലോ. മോളെ, കോളേജിൽ നിന്നും PG കോഴ്സിനുള്ള അഡ്മിഷൻ കാർഡാണ്. എന്റെ ചേച്ചി
ഈ നിലയിൽ കിടക്കുമ്പോൾ ഞാൻ ഇവിടം വിട്ട് എങ്ങനെ പോകാനാണ്? അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിതിൽ ഒരു സങ്കടവുമില്ല. ഞാൻ ബാങ്കിൽ പോവുക. 5 മണിക്ക് തന്നെ വരും. നേരത്തെ മരുന്ന് കഴിക്കണം. ടാറ്റ മോളെ. വൈകിട്ട് വരുന്ന വഴി ഡോക്ടറെ കൂടി കൊണ്ടുവരണം. ആ. പത്മനാഭൻ ചേട്ടൻ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? കല്യാണം നിശ്ചയിച്ച് മുഹൂർത്തത്തിന് മുൻപ് ചെറുക്കനോ പെണ്ണിനോ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുന്ന സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലേ എന്ന് വിചാരിച്ച് ആയുഷ്കാലം മുഴുവനും എവിടെ ഇങ്ങനെ നിർത്തിയിരുന്നാ മതിയോ? കുറുപ്പമാവും കൊണ്ടുവന്ന ആലോചന നല്ലതാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യും. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കൂടി അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ഉടനെ അവർക്ക് അറിയണമെന്ന്. കാർത്തികേയനെ, എന്റെ മക്കളില് ഒരാളെങ്കിലും സന്തോഷമായിട്ട് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതെ വരുമോ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് എന്താ ഫലം? ആകാവുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി സീതയോട്. എന്താ സീത നീ ഇത്ര വീണ്ടും വിചാരമില്ലാതെ പെരുമാറുന്നത്? ചിറ്റമ്മേ, എന്നെ നിർബന്ധിക്കരുത്. ഒന്നിനും വയ്യാതെ ചേച്ചി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ, സോണി മോൾക്ക് ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റേതായ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് കഴിയില്ല. ചേച്ചി 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 സീത സീത ചേച്ചി, അയ്യോ അനക്കമില്ല, കണ്ണും തുറക്കുന്നില്ല. ചേച്ചി, ചേച്ചി, അയ്യോ, അച്ഛാ, അച്ഛാ. ഭയപ്പെടാനൊന്നുമില്ല. ഈ സ്റ്റേജിൽ കിടക്കുമ്പോൾ ചിലപ്പോ കോമ ഉണ്ടായെന്ന് വരും. പൾസേറ്റ് സാധാരണ നിലയിലുണ്ട്. ഷീൽ ബി ഓൾ റൈറ്റ്. ഇങ്ങനെ ഇനിയും ഉണ്ടാകുമോ? പറയാൻ പറ്റില്ല സേതു. ഉണ്ടായെന്ന് വരും. ഉണ്ടായാൽ ചിലപ്പോൾ അത് നല്ലതിനുമാകാം, ദോഷത്തിനുമാകാം. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. നിനക്ക് ജോലി തിരക്കുള്ള സമയം മറ്റാണോ? അല്ല. നന്നായി, എനിക്കല്പം സംസാരിക്കാനുണ്ട്. നീ ഇരിക്ക. നിന്റെ മനസ്സിന്റെ വിഷമം തണുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും പറയാതെ കഴിച്ചു കൂട്ടിയത്. ഈ എത്ര നാളെന്ന് വെച്ചിട്ടാ, അല്ല എന്ത് ഭാവിച്ചിട്ടാ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം? അവളെ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ഡോക്ടർമാർക്ക് പോലും ഇല്ല. നീ ആണെങ്കിൽ ചെറുപ്പം, നിനക്കൊരു ജീവിതം വേണ്ടേ മോനെ? അച്ഛൻ എന്തായി പറയുന്നത്? ഞാൻ മാത്രമല്ല, നിന്റെ കൊച്ചച്ഛനും സഹോദരിയും ഒക്കെ ഇത് തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ നീ വേറൊരു വിവാഹം കഴിച്ചെന്ന് വെച്ചാല് ഒരു മനുഷ്യരും കുറ്റം പറയില്ല, നിർമ്മലയുടെ വീട്ടുകാർ പോലും. അച്ഛാ, ഞാൻ എന്റെ നിർമ്മല അവള് മരിച്ചിട്ടില്ല, സമ്മതിച്ചു. പക്ഷെ ജീവിച്ചിരിക്കൊണ്ട് എന്താ പ്രയോജനം? നിന്റെ കുഞ്ഞിന്റെ ഭാവിയെങ്കിലും നീ ആലോചിക്കുക. നിർമ്മലയുടെ മനസ്സെങ്കിലും മരിക്കാതെ ബാക്കിയുണ്ടല്ലോ. എനിക്കത് മതി. ഇതും പറഞ്ഞുകൊണ്ടിരുന്ന അവസാന കാലത്ത് നിനക്ക് ആരും ഉണ്ടാവില്ല. അച്ഛൻ പറയുന്നതെല്ലാം ന്യായങ്ങളായിരിക്കാം. പക്ഷേ എന്റെ മനസ്സിനിപ്പോ ആ ന്യായങ്ങളൊന്നും കാണാൻ കഴിയില്ല അച്ഛാ. ഞാൻ മഹാസ്വാർത്ഥനാണെന്ന് നീ കരുതിയേക്കാം. അതേടാ, എന്റെ ചോയുടെ കാര്യത്തിന് സ്വാർത്ഥം തന്നെയാ. അത്ര കഷ്ടപ്പെട്ടോ നിന്നെയൊക്കെ വളർത്തിയത്. എന്റെ കണ്ണടയുമ്പോ നീയൊക്കെ സന്തോഷമായിട്ട് കഴിയുന്നത് കണ്ടിട്ട് പോണമെന്നാ എനിക്ക്. ആ മോഹം കൊണ്ട് പറയാണെന്ന് കൂട്ടി. നീ ആലോചിക്ക. നല്ലപോലെ ആലോചിക്കുമ്പോ അച്ഛൻ പറഞ്ഞാൽ ശരി നിനക്ക് ബോധ്യമാകും. എനിക്ക് പറയാനല്ലേ പറ്റൂ. നിന്റെ ഇഷ്ടം പോലെ.